എല്ലാവർക്കും കമ്പനി ലോയുടെ പുതിയൊരു സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കമ്പനി ലോയുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സീരിയസ് ആയിട്ടാണ് യഥാർത്ഥത്തിൽ കമ്പനി ലോ എന്ന് പറയുന്ന വിഷയം കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ സെക്ഷനും മറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ സെക്ഷനിലോട്ട് പോകുമ്പോൾ ആ വേർഡിൻ്റെ കാര്യം അല്ലെങ്കിൽ ആ വേർഡിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്, ഇന്ത്യയിൽ കമ്പനി ലോ എങ്ങനെയാണ് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അത് പറയണം. നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻസ് അങ്ങനെ നമുക്ക് പോയിൻ്റ് ബൈ പോയിൻ്റ് നമുക്ക് ഓരോ വിഷയങ്ങളും കവർ ചെയ്ത് വിടാം. ദി ടേം കമ്പനി എന്ന് പറയുന്ന പദം ഈസ് ഡിറൈവ്ഡ് ഫ്രം, അത് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ്സ്, 2 ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അത് ഉത്ഭവിച്ചത്. ലാറ്റിൻ പദങ്ങളായിട്ടുള്ള കോം എന്ന് വെച്ചാൽ ടുഗദർ, അല്ലെങ്കിൽ എന്താ വിത്ത് അല്ലെങ്കിൽ ടുഗദർ എന്ന മീനിങ് വരുന്നത് കോമും, അതുപോലെ പാനിസ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ബ്രെഡ് എന്നാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ ഒരുമിച്ച് ബ്രെഡ് എന്ന് വെച്ചാൽ ആഹാരം അല്ലേ, അപ്പോൾ ഒരുമിച്ച് ആഹാരം. അപ്പോൾ യഥാർത്ഥത്തിൽ പണ്ട് കാലത്ത് കമ്പനി എന്ന് പറയുന്ന പദം ഉത്ഭവിച്ചത് 2 പദങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ പദങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അപ്പോൾ പണ്ട് കാലത്ത് ഒറിജിനലി റെഫേർഡ് ടു ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ഒരു കൂട്ടം ആളുകളല്ലേ, ഒരു കൂട്ടം അല്ലെങ്കിൽ ആളുകളുടെ ഒരു കൂട്ടായ്മ. അപ്പം ഹു ടുക്ക് ദെയർ മീൽസ് ടുഗദർ, അവർ ഒരുമിച്ച് ആഹാരം കഴിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയാണ് നമ്മൾ പണ്ട് കാലത്ത് കമ്പനി എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ, ആ പദവും മറ്റു കാര്യങ്ങൾ, ആ പദത്തിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം കിട്ടി. ഇനി നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ ഭാഗം കൺക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൻ്റെ കൺക്ലൂഷനോട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ആ പദത്തിന് അങ്ങനെയല്ലല്ലോ അർത്ഥം, അപ്പം നമ്മളത് എഴുതണമല്ലോ. അപ്പം company form of organization has assumed greater importance nowadays, mainly to discuss business activities or business matters. അപ്പം ഇപ്പോൾ അത് കൂടുതലായിട്ട് നമ്മൾ ആ കമ്പനി എന്ന് പദം അസോസിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ട ബിസിനസ് മാറ്റേഴ്സിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിസിനസ് മാറ്റേഴ്സ് ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മളിപ്പോൾ ഈ പദം ഉപയോഗിച്ച് വരുന്നത്. ക്ലിയർ? ഇനി ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരു നിയമം നിലനിൽക്കുന്നുണ്ട് അല്ലേ, ആ നിയമം ഏതാണെന്ന് നോക്കണം. ദി ലോ റിലേറ്റിംഗ് ടു കമ്പനീസ് ഇൻ ഇന്ത്യ ഈസ് നൗ കണ്ടെയ്ൻഡ് ഇൻ ദി കമ്പനീസ് ആക്ട് 2013. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട നിയമം അത് ആരുമായിട്ടാണ് അല്ലെങ്കിൽ അത് ഏത് ആക്ടിൻ്റെ കീഴിൽ വരുമെന്ന് ചോദിച്ചാൽ കമ്പനീസ് ആക്ട് 2013 കീഴിലാണ് വരുന്നത്. അപ്പം നമുക്കിനി അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകണം. ആദ്യം ഏത് നിയമമായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പം 2013 കമ്പനീസ് ആക്ടിനെ കുറിച്ച് നമ്മൾ വായിച്ചു അല്ലെങ്കിൽ നമ്മൾ നോക്കി. അപ്പോൾ ഇനി അതിന് തൊട്ട് മുൻപത്തെ പീരീഡിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തൊട്ട് മുൻപത്തെ പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം വരുന്നത് 1850 ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്റ്റാണ്. 1850 ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട്. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ഇനാക്ട്മെൻറ്റ് ഓൺ ദി സബ്ജക്റ്റ് ഓഫ് കമ്പനി ലോ. കമ്പനി ലോ എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായി വന്നൊരു നിയമം അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു ഇനാക്ട്മെൻറ്റ് എന്ന് പറയുന്നത് ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് 1850 ആണ്. 1850 ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട്. ദെയർ ആഫ്റ്റർ, അതിനുശേഷം സെവറൽ അമെൻമെൻറ്റ്സ് വെയർ മെയ്ഡ് ടു ദി ആക്ട് ഓഫ് 1850. 1850 നിയമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അമെൻമെൻറ്റ്സ്, ആദ്യമായിട്ടൊരു നിയമം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കുറച്ച് പോരായ്മകളും കാലക്രമേണയുള്ള മാറ്റങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് അമെൻമെൻറ്റ്സ് ഒക്കെ വന്നു. അപ്പോൾ ഈ അമെൻമെൻറ്റ്സ് ഒക്കെ വരികയും and after India became independent, the government of India appointed in 1950 the committee of 12 members to make recommendations for the കോഡിഫിക്കേഷൻ ഓഫ് കമ്പനി ലോ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ കമ്പനിയുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ ഒരു കോഡിഫിക്കേഷന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാണ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷം 1950 ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്തത്. ദി ചെയർമാൻ ഓഫ് ദി കമ്മിറ്റി വാസ് മിസ്റ്റർ H.D. ഭാഭ.
HC ഭാബയായിരുന്നു ഈ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചത്. ബേസ്ഡ് ഓൺ ദി കമ്മിറ്റി, ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ റിസൾട്ടഡ് ദി മോസ്റ്റ് കോംപ്രഹെൻസീവ് ലെജിസ്ലേഷൻ ദി കമ്പനീസ് ആക്ട് 1956. അതായത് ഈ കമ്മിറ്റിയുടെ ഒരു ശുപാർശയുടെ ഫലമായിട്ടാണ് ഇപ്പം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്രഹെൻസീവ് ലെജിസ്ലേഷൻ ആയിട്ടുള്ള ഏറ്റവും അത്യാവശ്യം, അതായത് മറ്റേ നമ്മൾ ആദ്യം വന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കോംപ്രഹെൻസീവ് ലെജിസ്ലേഷൻ ആയിട്ടുള്ള കമ്പനീസ് ആക്ട് 1956 നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ 1956 കമ്പനീസ് ആക്റ്റും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രാധാന്യം, അതായത് ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രാധാന്യത്തിലൊരു വ്യത്യാസം വരില്ലേ, അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം പഠിച്ചു ഇവല്യൂഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം പഠിച്ചത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്റ്റാണ് പറഞ്ഞത്. പിന്നെ രണ്ടാമത് പറഞ്ഞത് എന്താ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദി കമ്പനീസ് ആക്ട് 1956 ആണ്. ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കമ്പനീസ് ആക്ട് 1956 ശേഷം എന്താണ് നടന്നത്. അതായത് ദി കമ്പനീസ് ആക്ട് ഓഫ് 1956 ഹാഡ് ബീൻ ഇൻ ഫോഴ്സ് ഫോർ അബൌട്ട് 45 years and had undergone several amendments. അപ്പം ഏകദേശം 45 വർഷക്കാലം ഈ കമ്പനീസ് ആക്ട് 1956 നിലനിന്നു. അതുമാത്രമല്ല ഇതിനിടയ്ക്ക് ഒരുപാട് അമെൻമെൻറ്റ്സും കാര്യങ്ങളും ഭേദഗതിയും കാര്യങ്ങളൊക്കെ നടന്നു. ഹൗവെവർ, എന്ത് തന്നെയായാലും എ നീഡ് വാസ് ഫെൽറ്റ് ടു ഇനാക്ട് എ ന്യൂ ലെജിസ്ലേഷൻ ടു മീറ്റ് ദി ചേഞ്ച്ഡ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ എക്കണോമിക് എൻവയോൺമെൻറ്റ്. അപ്പം ദേശീയ, അന്താരാഷ്ട്ര അല്ലെങ്കിൽ അന്തർദേശീയമായിട്ടുള്ള സാമ്പത്തിക പരിതസ്ഥിതിയിൽ ഒരുപാട് മാറ്റമൊക്കെ വന്നില്ലേ. അപ്പോൾ അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ലെജിസ്ലേഷൻ്റെ അനിവാര്യത വന്നു. ആൻഡ് ടു ഫർദർ ആക്സിലറേറ്റ് ദി എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ എക്കോണമി. അതായത് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ട് പുതിയതായിട്ട് ഉള്ളൊരു ഇനാക്ട്മെൻറ്റ്, ഒരു നിയമ സംഹിത ആവശ്യമായിട്ട് വന്നു. സോ ദി കമ്പനീസ് ബിൽ 2009 വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി പാർലമെൻറ്റ്. അങ്ങനെയാണ് 2009 കമ്പനീസ് ബില്ല് പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സെൻട്രൽ ഗവൺമെൻറ് റിസീവ്ഡ് സെവറൽ സജഷൻസ് ഫോർ അമെൻമെൻറ്റ്സ്. ഇതുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് സജഷൻസ്, നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നു ഫോർ അമെൻമെൻറ്റ്സ്. Under such a circumstances, the central government withdrew the bill of 2009 and introduced the company bill 2012. അങ്ങനെ ഒരുപാട് അമെൻമെൻറ്റുകളും കാര്യങ്ങളും സജഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഈ 2009 ബില്ല് തിരികെ എടുത്തിട്ട് അല്ലെങ്കിൽ അത് വിഡ്രോ ചെയ്തിട്ട് 2012 ഇതുപോലൊരു ബില്ല് പാർലമെൻറ്റ് കൊണ്ടുവരികയും ആ നിയമം അല്ലെങ്കിൽ ആ ബില്ല് ദി ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 12 September 2013. അപ്പം അതെന്താ, അത് സെപ്റ്റംബർ 12, 2013 മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്തു. ത്തിലോട്ട് വരുമ്പോഴത്തേക്ക് കമ്പനീസ് ആക്ടിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോവാം. 2013 കമ്പനീസ് ആക്ട്, ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം by section 465 of Companies Act 2013, the Companies Act 1956 was repealed. അപ്പം 1956 നമ്മുടെ കമ്പനീസ് ആക്ട് റിപ്പീലായത് അല്ലെങ്കിൽ അത് ഇപ്പം നിലവിലില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 465 ആണ്. സെക്ഷൻ 465 ആണ്. ദി കമ്പനീസ് ആക്ട് 1956 കണ്ടെയ്ൻ എ ടോട്ടൽ ഓഫ് 658 സെക്ഷൻസ് ആൻഡ് 15 ഷെഡ്യൂൾസ്. അപ്പം അതിൽ 658 സെക്ഷൻസും 15 ഷെഡ്യൂൾസും ആണുള്ളത്. കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്ട് 2013 470 സെക്ഷൻസും 7 ഷെഡ്യൂൾസും ആണ് ഉള്ളത്.